നമസ്കാരം. സമതുലിതമായ ലോകം എന്ന ശീർഷകത്തിൽ ക്യൂബയിലെ ഹവാനയിൽ നടന്ന ആഗോള സമ്മേളനം വിജയകരമായി പൂർത്തീകരിച്ചു. പാർട്ടി നൽകിയ ഒരു വലിയ അവസരമാണ് ക്യൂബൻ പ്രസിഡന്റ് ഉൾപ്പെടെ പങ്കെടുത്ത ഈ മഹാസമ്മേളനത്തിൽ എനിക്ക് പങ്കെടുക്കാനും സംസാരിക്കാനും കഴിഞ്ഞത്. ഇതിന്റെ യാത്രാച്ചിലവും മറ്റുമെല്ലാം നൽകി ഈ യാത്ര സാധ്യമാക്കി തന്നത് കേരളത്തിനകത്തും ഇന്ത്യക്കകത്തും വിദേശത്തുമുള്ള മുൻകാല SFI പ്രവർത്തകരും സഖാക്കളുമാണ്. അതുകൊണ്ട് തന്നെ അവിടെ എനിക്കുണ്ടായ ചെറിയ ചെറിയ സന്തോഷങ്ങൾ പോലും എന്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. അതുകൊണ്ടാണ് എല്ലാവരുമായി കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും ഞാൻ പങ്കുവച്ചത്. അവിടെ നടത്തിയ യാത്രകൾ, അവിടെ പരിചയപ്പെട്ട മനുഷ്യർ എല്ലാവരും ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നവരാണ്. ലോകത്താകെ പോരാടുന്ന മനുഷ്യർക്ക് പ്രചോദനം നൽകുന്ന നാടാണല്ലോ അതിജീവനത്തിന്റെ പ്രതീകമായിട്ടുള്ള ക്യൂബ. ക്യൂബയിൽ എത്തി എന്നുള്ളതും ക്യൂബ കാണാൻ കഴിഞ്ഞു എന്നുള്ളതും വ്യക്തിപരമായും രാഷ്ട്രീയമായും നമുക്കെല്ലാവർക്കും സന്തോഷം നൽകുന്നതാണ്. എനിക്ക് വളരെ അഭിമാനകരമായ നിമിഷങ്ങളാണിത്. ഇതിനിടയിൽ ഈ യാത്ര സർക്കാർ ചിലവിലാണ്, നികുതിപ്പണം കൊണ്ടാണ്, ഖജനാവിലെ പണമെടുത്ത് യാത്ര ചെയ്യുന്നു എന്നൊക്കെയുള്ള മണ്ടത്തരങ്ങളും പൊള്ളത്തരങ്ങളും പലരും പറഞ്ഞു പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. മുൻപും ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. യാതൊരു ഔദ്യോഗിക പദവിയും വഹിക്കാത്ത ഒരാൾ എങ്ങനെയാണ് ഖജനാവിലെ പണമെടുത്ത് യാത്ര ചെയ്യുക എന്നുള്ള ചിന്ത പോലും ഇല്ലാതെ വെറുതെ കള്ളത്തരങ്ങൾ പറയാനുള്ളൊരു ചെറിയ കൂട്ടം മനുഷ്യരുടെ പരിശ്രമമാണ്. അതിൽ നിഷ്കളങ്കരായ ജനങ്ങൾ വിശ്വസിക്കാതിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാനത് എടുത്തു പറയുന്നത്. യൂത്ത് കമ്മീഷന്റെ ചെയർപേഴ്സൺ ആയിരുന്ന സമയത്ത് ഐക്യരാഷ്ട്രസഭയുടെ ഒരു കോൺഫറൻസിൽ പങ്കെടുക്കാൻ ജർമ്മനിയിലും സ്വിറ്റ്സർലൻഡിലും ഒക്കെ പോയിരുന്നു. അന്ന് ആ ക്ഷണം യൂത്ത് കമ്മീഷന് ലഭിച്ചത് മലയാളിയായിട്ടുള്ള ദുരന്ത നിവാരണ വകുപ്പിന്റെ തലവൻ കൂടിയായിട്ടുള്ള ശ്രീ മുരളി തുമ്മാരക്കുടി വഴിയാണ്. അന്ന് ആ പരിപാടിയുടെ മുഴുവൻ ചിലവും വഹിച്ചത് സംഘാടകരാണ്. യൂത്ത് കമ്മീഷന്റെ അധ്യക്ഷയായിരുന്ന സമയത്ത് പോലും അങ്ങനെ യാതൊരു പണവും ഉപയോഗിച്ചുകൊണ്ടല്ല വിദേശത്ത് നടന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ പോയത്. പിന്നെ എങ്ങനെയാണ് അത്തരം ഒരു പദവിയിലും ഇരിക്കാത്ത ഒരു വ്യക്തി ഒരു യാത്ര നടത്തുമ്പോൾ അത് ഖജനാവിൽ നിന്നുള്ള പണമാണ് എന്നുള്ള നുണപ്രചരണം നടത്തുന്നത്? അപ്പോൾ ഇത്തരം പ്രചരണങ്ങൾക്കൊന്നും യാതൊരു അർത്ഥവുമില്ല. നമ്മളെല്ലാവരും അവിടെ കണ്ട സന്തോഷങ്ങൾ ഒരുമിച്ച് പങ്കുവച്ചവരാണ്. തുടർന്നുള്ള നമ്മുടെ മുമ്പോട്ടുള്ള പോരാട്ടത്തിന് ആ ജനതയുടെ പോരാട്ട വീര്യം കൂടുതൽ ശക്തി പകർന്നു നൽകും. ഈ യാത്ര സാധ്യമാക്കി തന്ന മുഴുവൻ സഖാക്കൾക്കും ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന പ്രിയപ്പെട്ടവർക്കും 1000 നന്ദി.